നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോട്ട്-സവാർട്ട്സ് ലോ ആണ്. ബയോട്ട്-സവാർട്ട്സ് ലോ gives the magnetic induction induced at a point due to a current element. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു കറന്റ് I is passing through this conductor and we are considering a small current element dl on this conductor. ഇനി ഈ കറന്റ് എലമെന്റ് കാരണം P എന്ന് പറയുന്ന പോയിന്റിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ് എന്നാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അക്കോർഡിംഗ് ടു ബയോട്ട്-സവാർട്ട്സ് ലോ, ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ്ഡ് dB എന്ന് വിളിക്കുന്നത് ദിസ് ഈസ് ഡ്യൂ ടു ദ സ്മോൾ കറന്റ് എലമെന്റ് dl. ഈ dl എന്ന് പറയുന്ന കറന്റ് എലമെന്റ് മാത്രം P യിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് dB. This dB is proportional to, naturally current increase ചെയ്യുമ്പോൾ magnetic induction increase ചെയ്യും. So dB is proportional to I. Also dB is proportional to the length of this element. dl എന്ന് പറയുന്ന എലമെന്റിന്റെ ലെങ്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ്. So this is proportional to dl. And also this distance dl ന്റെ സെന്ററിൽ നിന്ന് P യിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് r. ഈ r എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കൂടുന്തോറും dB യുടെ വാല്യൂ കുറയാണ് ചെയ്യുക. നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ ഇവിടെയും ഇൻവേഴ്സ് സ്ക്വയർ റിലേഷൻ ആണ്. ദാറ്റ് ഈസ് dB is proportional to 1/r². ഇനി മറ്റൊരു ഫാക്ടറും കൂടെ ഇവിടെ ഉണ്ട്. നമുക്കിവിടെ കാണാനുണ്ട് dl-നും r-നും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് തീറ്റ. തീറ്റ is the angle between dl and r. This dB is proportional to sine of this angle. dB is proportional to sin theta. So ഇത്രയും കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് P എന്ന് പറയുന്ന പോയിന്റിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ അളവ്. ഇനി ഇതിനെ എല്ലാത്തിനെയും കമ്പൈൻ ചെയ്ത് നമുക്ക് എഴുതാം. dB is proportional to I dl sin theta divided by r². ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ ഒരു പ്രൊപ്പോർഷണാലിറ്റി ഉണ്ട്. പ്രൊപ്പോർഷണാലിറ്റി വരുന്ന കേസിലൊക്കെ നമ്മൾ അതിനെ മാറ്റി ഈക്വാലിറ്റി കൊണ്ടുവരാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഹിയർ ഓൾസോ വി ആർ ഇൻട്രൊഡ്യൂസിങ് എ കോൺസ്റ്റന്റ് and that is equal to dB is equal to mu0 divided by 4 pi I dl sin theta divided by r². ഇവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത mu0, ദിസ് ഈസ് ന്യൂ ടു യു. ഇത് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്ത ഒരു കോൺസ്റ്റന്റ് ആണ്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചപ്പോൾ ε0 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. What was ε0? Yes, it was the permittivity of free space. പെർമിറ്റിവിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് എത്രത്തോളം ആ മീഡിയത്തിലൂടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യും എന്നുള്ളതിന്റെ ഒരു മെഷറാണ്. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഈ mu0യെ നമ്മൾ വിളിക്കുന്നത് ഇറ്റ് ഈസ് പെർമിയബിലിറ്റി. mu0യെ നമ്മൾ വിളിക്കുന്നത് mu0 is the permeability of free space. ഫ്രീ സ്പേസിന്റെ പെർമിയബിലിറ്റി ആണ് mu0. പെർമിയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ മീഡിയം ഫ്രീ സ്പേസ് എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ അലോ ചെയ്യും എന്നുള്ളതിന്റെ ഒരു മെഷർ തന്നെയാണ് ഈ mu0. മീഡിയം മാറുമ്പോൾ പെർമിയബിലിറ്റിയുടെ വാല്യൂ മാറും. വേറെ ഏതെങ്കിലും മീഡിയം ആണെങ്കിൽ mu0ക്ക് പകരം വി ആർ ഇൻട്രൊഡ്യൂസിങ് mu എന്ന വാല്യൂ ആണ് നമ്മൾ എടുക്കുക. അതായത് ഓരോ മീഡിയത്തിനും ഓരോ പെർമിയബിലിറ്റി ആയിരിക്കും. ഹിയർ നമ്മൾ എടുത്തത് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. dB is equal to mu0 divided by 4 pi I dl sin theta divided by r². അപ്പോൾ ഈ ഇക്വേഷൻ ആണ് ബയോട്ട്-സവാർട്ട്സ് ലോ. ബയോട്ട്-സവാർട്ട്സ് ലോ നമുക്ക് തരുന്നത് ഒരു കറന്റ് എലമെന്റ് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച കേസിലൊക്കെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു ചാർജ് എൻ്റർ ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇവിടെ external magnetic field അല്ല,
നമ്മുടെ കറന്റ് ഫ്ലോ ചെയ്യുന്നത് കാരണം ഉണ്ടാവുന്ന പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചാണ് ബയർഡ് സവാർട്ട്സിലോ ഡിസ്കസ് ചെയ്യുന്നത്. ഈ കറന്റ് ഫ്ലോ ചെയ്യുന്നത് കൊണ്ട് മാത്രം ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് ഡി. അപ്പൊ അതിന്റെ അളവാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് അല്ലെ. ഇനി ഈ ഇക്വേഷൻ കാണുമ്പോൾ നമുക്കറിയാം dB is equal to mu0 IDL sin theta by 4 pi r square നമുക്ക് കിട്ടി. ഇത് dB എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. സോ നമുക്ക് ഇതിനെ വെക്റ്റർ ഫോമിൽ എഴുതാം. dB is equal to mu0 divided by 4 pi. നോക്കൂ, ഇവിടെ സൈൻ തീറ്റ ഉണ്ട്. സൈൻ തീറ്റ ഉണ്ടാവുമ്പോൾ നമുക്കറിയാം ഒരു ക്രോസ് പ്രോഡക്റ്റിന്റെ പ്രസൻസ് ആണ് അത് കാണിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ രണ്ട് വെക്റ്റർ ക്വാണ്ടിറ്റീസിന് ഇടയ്ക്ക് ഉള്ള ക്രോസ് പ്രോഡക്റ്റ്. ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി നമുക്ക് ഇവിടെ ഉണ്ട്. IDL എന്ന് പറയുന്ന കറണ്ട് എലമെന്റ് ഇറ്റ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. I സ്കെയിലർ ആണെങ്കിലും IDL എന്ന് പറയുന്ന കറണ്ട് എലമെന്റ് ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഓക്കെ, ക്രോസ് ഈ തീറ്റ എന്ന് പറയുന്നത് IDL-നും R-നും ഇടയ്ക്കുള്ള ആംഗിൾ ആണ്. പക്ഷെ മുകളിൽ R ഇല്ല. സോ വി ആർ ഇൻട്രൊഡ്യൂസിംഗ് ദ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് R. മുകളിൽ R ഇല്ലാത്തത് കൊണ്ട് R-ന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ R ക്യാപ്പിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. യൂണിറ്റ് വെക്റ്റർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇവിടെ R ക്യാപ്പ് കൊടുത്തത് കൊണ്ട് നമ്മുടെ വാല്യൂവിന് ചേഞ്ച് ഉണ്ടാവില്ല. ഡിവൈഡഡ് ബൈ R സ്ക്വയർ. ഓക്കെ, so this is the vector form of Biot-Savart's law. R എന്ന് പറയുന്നത് യൂണിറ്റ് വെക്റ്റർ ആണ്. നിങ്ങൾക്കറിയാം R cap എന്ന് പറയുന്നത് R cap is equal to vector R divided by magnitude of R ആണ്. Vector R divided by magnitude of R നെ നമ്മൾ R cap എന്ന് വിളിക്കാം. സോ അത് നമ്മൾ ഇവിടെ എഴുതുമ്പോൾ നമുക്ക് ഇതിനെ ഈ dB യെ നമുക്ക് ഇങ്ങനെയും എഴുതാം. mu0 divided by 4 pi IDL ക്രോസ് R ക്യാപ്പിന് പകരം യൂണിറ്റ് വെക്ടറിന് പകരം റിയൽ വെക്ടർ എഴുതാണെന്ന് വിചാരിക്കും. ഡിവൈഡഡ് ബൈ, അപ്പൊ ഇവിടെ എന്ത് വരും? R സ്ക്വയറിന് പകരം R ക്യൂബ് എന്ന് വരും. അപ്പൊ ഇങ്ങനെയും നമുക്ക് dB യെ എക്സ്പ്രസ് ചെയ്യാം. ഇത് രണ്ടും മാഗ്നറ്റിക് ഫീൽഡിനെ അല്ലെങ്കിൽ ബയോട്ട്-സവാർട്ട്സ് ലോയെ നമ്മൾ വെക്റ്റർ ഫോമിൽ റെപ്രസെന്റ് ചെയ്തതാണ്. ദിസ് ഈസ് ദ വെക്റ്റർ റെപ്രസെന്റേഷൻ ഓഫ് ബയോട്ട്-സവാർട്ട്സ് ലോ. ഓക്കെ, ഇനി മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചു, വെക്റ്റർ ഫോം എഴുതി. വെക്റ്റർ ആവുമ്പോൾ ഡയറക്ഷനെ കുറിച്ച് കൂടി നമ്മൾ പറയണം. ഡയറക്ഷൻ നമുക്കറിയാം, ഇത് IDL ക്രോസ് R ക്യാപ്പ് ആണ്. സോ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് എല്ലാ വെക്റ്റർ പ്രോഡക്റ്റിന്റെയും ഡയറക്ഷൻ കണ്ടുപിടിക്കുന്ന റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ റൂൾ ഉണ്ട്. അതായത് ഒന്നാമത്തെ വെക്റ്ററിൽ നിന്ന് രണ്ടാമത്തെ വെക്റ്ററിലേക്ക് നമ്മൾ ഒരു റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ തിരിക്കുന്നതായിട്ട് സങ്കല്പിക്കാം. സ്ക്രൂ ഏത് ഡയറക്ഷനിൽ അഡ്വാൻസ് ചെയ്യുന്നു, ദാറ്റ് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ദ പ്രോഡക്റ്റ്. അത് നമുക്കറിയാം. അത് ഇവിടെയും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ അങ്ങനെ നമുക്ക് dBയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. അപ്പൊ അതിൽ നിന്ന് നമുക്കറിയാം IDL-ഉം R-ഉം ഉൾപ്പെടുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും dB. ഉള്ളിലേക്കാണോ പുറത്തേക്കാണോ എന്നുള്ളത് സ്ക്രൂ റൂൾ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി കുറച്ചുകൂടി ഈസി ആയിട്ട്, കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ഡയറക്ഷൻ dBയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലോയാണ് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ ഇത്രയേ ഉള്ളൂ. റൈറ്റ് ഹാൻഡ് വലത്തേ കൈ, റൈറ്റ് ഹാൻഡിന്റെ തമ്പ് റെപ്രസെന്റ്സ് ദ ഡയറക്ഷൻ ഓഫ് കറന്റ്. ഇമാജിൻ, തമ്പാണ് നമ്മുടെ കറന്റിന്റെ ഡയറക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെങ്ങനെ പിടിക്കുകയാണ്, ഗ്രിപ്പ് ചെയ്യാണ്. ദെൻ ദ ഡയറക്ഷൻ ഓഫ് ദ കേൾഡ് ഫിംഗേഴ്സ്, ഈ വളഞ്ഞിരിക്കുന്ന വിരലുകളുടെ ഡയറക്ഷൻ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഓക്കെ, അതായത് ഇങ്ങനെ പിടിക്കും. നമ്മുടെ കണ്ടക്ടറിലൂടെ കറന്റ് ഫ്ലോ ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കും. ഇങ്ങനെയാണ് കറന്റ് ഫ്ലോ ചെയ്യുന്നത്. സോ നമ്മൾ തമ്പിനെ അങ്ങനെ റെപ്രസെന്റ് ചെയ്യണം. തമ്പ് റെപ്രസെന്റ്സ് കറന്റ്. ദെൻ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇങ്ങനെ സർക്കുലർ ആയിട്ട് അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അല്ലെ. അതായത് ഇങ്ങനെ ഒരു കണ്ടക്ടർ ഉണ്ടെങ്കിൽ ഇതിന് ചുറ്റും സർക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് എന്നുള്ളത് നമ്മുടെ ബാക്കിയുള്ള കേൾഡ് ഫിംഗേഴ്സ് ആണ് തരുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഇങ്ങോട്ടായിരിക്കും കറന്റ് ഫ്ലോ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ, മുകളിലേക്ക് ഒരു കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ബിയുടെ ഡയറക്ഷൻ വിൽ ബി ലൈക്ക് ദിസ് അക്കോർഡിംഗ് ടു റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. ഓക്കെ, അപ്പൊ അതുപോലെ ഇനി കറന്റ് താഴേക്കാണെങ്കിലോ
if current is like this, then we will get the direction of magnetic field as opposite ആയിരിക്കും. നമ്മൾ കൈ തിരിച്ചല്ലേ പിടിക്കാം, സോ അതിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ബയർഡ്-സവാർട്സ് ലോ ഉപയോഗിച്ച് ഒരു പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അതിന്റെ വെക്ടർ റെപ്രസെന്റേഷൻ, ഡയറക്ഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് ഡിബിയുടെ ഇക്വേഷൻ ഓർക്കാം. ബയർഡ്-സവാർട്സ് ലോ പ്രകാരം മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് dB is equal to mu0 divided by 4 pi I dl sin theta divided by r square ആണ്. ഇനി കൂളോംസ് ലോ ഉപയോഗിച്ച് നമ്മൾ ഒരു പോയിന്റ് ചാർജ് ഏതെങ്കിലും വേറൊരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ്, അതിന്റെ ഇക്വേഷൻ നമുക്കൊന്ന് ഓർത്ത് നോക്കാം. P is equal to 1 by 4 pi epsilon 0 q by r square ആണ് അല്ലെ. രണ്ട് ഇക്വേഷൻ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം. അതായത് the magnetic field given by Biotte-Savart's law and the electric field given by Coulomb's law. ഇവയെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചില സിമിലാരിറ്റീസ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഇവിടെ എപ്സിലോൺ 0 ഉണ്ടെങ്കിൽ ഇവിടെ mu0 ഉണ്ട്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, എപ്സിലോണിന്റെ വാല്യൂ കൂടുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കുറയാണ് ചെയ്യുക, പക്ഷേ പെർമിയബിലിറ്റിയുടെ മ്യൂവിന്റെ വാല്യൂ കൂടുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കൂടാണ് ചെയ്യുക. കോൺസ്റ്റൻസ് തമ്മിൽ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവയൊന്ന് ശരിക്കും കമ്പയർ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് സിമിലാരിറ്റീസിനെ കുറിച്ച് പറയാം. വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ബയർഡ്-സവാർട്സ് ലോ ആൻഡ് കൂളോംസ് ലോ? അപ്പൊ നമ്മുടെ ഇക്വേഷൻ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, രണ്ടിന്റെയും റേഞ്ച് ഏതെങ്കിലും ഒരു ഡെഫിനിറ്റ് റേഞ്ച് അല്ല, ലോങ് റേഞ്ച് ഓർ ഇൻഫിനിറ്റ് ഫീൽഡ് ആണ് രണ്ടും. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഈ രണ്ട് ഇക്വേഷൻ പ്രകാരവും ഇൻഫിനിറ്റ് റേഞ്ച് ആണ്. രണ്ടാമത്തെ കാര്യം, നമുക്ക് എളുപ്പത്തിൽ കാണാൻ പറ്റുന്ന ഒരു ഫാക്ടർ ഇവിടെ ഉണ്ട്, രണ്ടിലും ആർ സ്ക്വയർ ഉണ്ട്. താഴെയാണ് ഡിനോമിനേറ്ററിൽ ആർ സ്ക്വയർ ഉണ്ട്. അപ്പൊ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? അതെ, ദൂരത്തിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഫീൽഡ്. ബോത്ത് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. വളരെ എളുപ്പത്തിൽ പറയാവുന്ന രണ്ടാമത്തെ സിമിലാരിറ്റി. ഇനി മൂന്നാമത്തെ സിമിലാരിറ്റി, നമ്മൾ ഇലക്ട്രിക് ഫീൽഡില് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പഠിച്ചിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ ഫീൽഡ് ഉണ്ടെങ്കിൽ നമുക്ക് അവയുടെ വെക്ടർ സം കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ ഫീൽഡ് കണ്ടുപിടിക്കാം. ദിസ് ഈസ് ഓൾസോ ആപ്ലിക്കബിൾ ടു മാഗ്നറ്റിക് ഫീൽഡ്. ഒന്നിൽ കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് ഒരു റീജിയനിൽ പ്രസന്റ് ആണെങ്കിൽ അവയുടെ വെക്ടർ സം കണ്ടുപിടിച്ചിട്ട് നമുക്ക് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ സാധിക്കും. ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഈസ് ആപ്ലിക്കബിൾ ടു ബോത്ത് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ മൂന്ന് സിമിലാരിറ്റീസ്? Both are long range, both are inversely proportional to the square of the distance, and principle of superposition is applicable in both the cases. Okay, now we are discussing about the differences. What are the differences between these two fields? ഒന്നാമത്തെ വ്യത്യാസം ഇവയുടെ സോഴ്സ് തന്നെയാണ്. സോഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡിന്റെ സോഴ്സ് ചാർജ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സോഴ്സ് മൂവിംഗ് ചാർജ് അല്ലെങ്കിൽ കറന്റ് ആണ്. ഇവിടെ നമുക്ക് പറയാം ഇലക്ട്രിക് ഫീൽഡിന്റെ സോഴ്സ് Q എന്ന് പറയുന്ന സോഴ്സ് ആണ്, ആൻഡ് ഇറ്റ് ഈസ് എ സ്കേലാർ സോഴ്സ്. എന്നാൽ നമ്മുടെ ഇക്വേഷൻ പ്രകാരം മാഗ്നറ്റിക് ഫീൽഡിന്റെ സോഴ്സ് IDL എന്ന് പറയുന്ന കറന്റ് എലമെന്റ് ആണ്, ആൻഡ് ദാറ്റ് ഈസ് എ വെക്ടർ സോഴ്സ്. ഫസ്റ്റ് ഡിഫറൻസ്, electric field is due to a scalar source Q and magnetic field is due to a vector source IDL. Okay. Second difference നമുക്ക് പറയാം direction. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, direction of electric field is along the vector R. R എന്ന് പറയുന്ന ആ ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിന്റെ ഡയറക്ഷനിൽ തന്നെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ്. But magnetic field is perpendicular to the vector R. ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. സെക്കൻഡ് ഡിഫറൻസ്. ഓക്കെ, ആൻഡ് തേർഡ് ഡിഫറൻസ്, ഇവിടെ നമുക്ക് യാതൊരുവിധ ആംഗിൾ ഡിപെൻഡൻസും ഇല്ല. ദർ ഇസ് നോ ആംഗിൾ ഡിപെൻഡൻസ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് സൈൻ തീറ്റ എന്ന് പറയുന്ന കമ്പോണന്റ് ഉണ്ട്. അതായത് ഇവിടെ ഒരു ആംഗിൾ ഡിപെൻഡൻസ് ഉണ്ട്.
ഇപ്പൊ 3 പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് സോഴ്സ് ആണ്. ഇലക്ട്രിക് ഫീൽഡിന് സ്കേലാർ സോഴ്സ് ആണ്, മാഗ്നറ്റിക് ഫീൽഡിന് വെക്റ്റർ സോഴ്സ് ആണ്. സെക്കൻഡ് ഡിഫറൻസ്, ഇലക്ട്രിക് ഫീൽഡ് ഈസ് അലോങ് ദ ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ ബട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ. ആൻഡ് ദ തേർഡ് ഡിഫറൻസ്, there is no angle dependence in the case of electric field, but there is an angle dependence in the case of magnetic field. ഇങ്ങനെ നമുക്ക് ബയർഡ്-സവാർട്സ് ലോയെയും കൂളോംസ് ലോയെയും ഇലക്ട്രിക് ഫീൽഡിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും നമുക്ക് കമ്പയർ ചെയ്യാം. ഓക്കെ, ഇനി ചെറിയൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. നമ്മൾ കോൺസ്റ്റൻസുകളെ കുറിച്ച് പറഞ്ഞു. എപ്സിലോൺ 0 എന്ന് പറയുന്ന പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസും μ0 എന്ന് പറയുന്ന പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസും ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എത്രമാത്രം ഒരു മീഡിയത്തിലൂടെ പോകുന്നു എന്നതിനെ കാണിക്കുന്ന 2 കോൺസ്റ്റൻസ് ആണ്. നമുക്ക് ഇവയുടെ പ്രോഡക്റ്റ് μ0 എപ്സിലോൺ 0 കണ്ടുപിടിക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു റിലേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പൊ അതാണ് നമ്മളിവിടെ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ μ0 എന്നുള്ളതിന് μ0 ഡിവൈഡഡ് ബൈ 4π, അതുപോലെ 4π എപ്സിലോൺ 0 ഇങ്ങനെയാണ്. ഇതന്നല്ലേ 4π ക്യാൻസൽ ആയി μ0 എപ്സിലോൺ 0 മാത്രമേ ബാക്കിയുള്ളൂ. ഇനി μ0യുടെ വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇറ്റ് ഈസ് 4π ഇൻറ്റു 10⁻⁻⁷ ഡിവൈഡഡ് ബൈ 4π ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ നേരത്തെ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. 1/4π എപ്സിലോൺ 0 ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 10⁻⁹ അല്ലെ. Then 4π epsilon 0 is equal to 1/9 into 10⁻⁹. 4π cancel, 10⁻⁷ താഴോട്ട് വരും. Then we will get 9 into 10⁻16. ഇതിനെ നമുക്ക് 1/3 into 10⁻8 the whole square എന്ന് എഴുതാലോ. 9 into 10⁻16 നമ്മള് 16 3 into 10⁻8 the whole square എന്ന് എഴുതാം. ഇനി ഈ 3 into 10⁻8 വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. 3 into 10⁻8 is the velocity of light അല്ലെ. ഇത് ലൈറ്റിന്റെ വെലോസിറ്റി ആണ്, c ആണ്. Then we can write μ0 epsilon 0 is equal to 1/3 into 10⁻8 പകരം c ലൈറ്റ് വെലോസിറ്റി എന്ന് എഴുതി, സ്ക്വയർ ഉണ്ട് c square. Then we will get μ0 epsilon 0 is equal to 1/c square, or c is equal to 1/root of μ0 epsilon 0. Okay, അപ്പോൾ ഈ ഇൻട്രസ്റ്റിംഗ് റിലേഷൻ ഡിസ്കസ് ചെയ്തു. ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.